നമ്മൾ 19-ാം അധ്യായം പഠിക്കുമ്പോൾ അപ്പൊല്ലോസ് കൊരുതിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി. അവിടെ കുറച്ച് ശിഷ്യന്മാരെ കണ്ടു. അവർ കണ്ടുടനെ ഇവരുടെ ഇരിപ്പും എല്ലാം കണ്ടപ്പോൾ മനസ്സിലായി ഇവര്, ഞാൻ എൻ്റെ ശൈലി പറയാം, ദൈവമക്കളാ. അപ്പം പൗലോസ് ചോദിച്ചു, നിങ്ങളെല്ലാം, എൻ്റെ ഭാഷ പറയുകയാണേ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? അവർ പറഞ്ഞു, അയ്യോ ഞങ്ങളെ കണ്ടാൽ അറിയാൻ മേൽ. നിങ്ങളെല്ലാം വിശ്വാസത്തിലാണോ, വിശ്വാസികളാണോ ചോദിച്ചു. അയ്യോ പിന്നെ അതെ, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ഉടനെ അവർ പറയാ, ഉണ്ടെന്ന് പോലും ഞങ്ങള് കേട്ടിട്ടില്ല. എന്നാ തമ്പേറെടുത്തോന്നാന്നോ പറഞ്ഞേ? മുഴുത്തൊരു തമ്പേറെടുത്ത് അടിക്കാനായുള്ളൊരുത്തിനെ വിളിയടാ നമുക്ക് ഇപ്പൊ തന്നെ എല്ലാത്തിനെയും. പൗലോസ് ഉടനെ തിരിച്ചു ചോദിച്ചത്, നിങ്ങളുടെ സ്നാനം ഏതായിരുന്നെന്ന്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സ്നാനം ചോദിച്ചു. കാരണം കുറഞ്ഞ പക്ഷം മറുവശമാ, സ്നാനക്കടവിൽ വെച്ചെങ്കിലും പരിശുദ്ധാത്മാവെന്ന് കേൾക്കണം. മനസ്സിലായോ? അതുകൊണ്ടാ യേശുവിന്റെ നാമത്തിൽ മുങ്ങരുതെന്ന് ഈ പറയുന്നേ. യേശു പഠിപ്പിച്ച ഉപദേശം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. അതാ ചോദിച്ചത്, നിങ്ങൾ പരിശുദ്ധാത്മാവെന്ന് ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല, സ്നാനം ഏതാ? ചുരുക്കി പറഞ്ഞാൽ ആ ഭാഗം നിങ്ങൾ ചേർത്ത് പഠിച്ചാൽ ഇവരെ ഉപദേശം പഠിപ്പിച്ച് കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് തിട്ടമാക്കി അവരുടെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചു. അവരെല്ലാം ആത്മസ്നാനം പ്രാപിച്ച് അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പൊ ഇതിന്റെ മറുവശം പറയാൻ നിന്നിട്ടില്ല. എന്ത് മറുഭാഷ? നിനക്ക് കിട്ടിയില്ലെന്നല്ലാതെ ഇത് നിന്നിട്ടില്ല. നിനക്ക് കിട്ടിയില്ല, അതിന് കിടന്ന് അരിശം കയറി ആവശ്യമില്ലാത്ത പറയരുത്. നിനക്ക് കിട്ടിയില്ല, ഇത് ആരുടെയും കുത്തകയല്ല. ദൈവത്തോട് നീ പ്രാർത്ഥിച്ച് ദൈവം തരും. ഇതിപ്പോൾ തർക്കിക്കേണ്ട സമയമൊന്നും അല്ലിത്. വേറെ എന്തെല്ലാം വിഷയങ്ങൾ കിടക്കുന്നത്. സ്തോത്രം. ഇത് തർക്കിക്കേണ്ട സമയമല്ല. ഇത് ആരുടെയും കുത്തകയല്ല, ആരുടെയും കുടുംബസ്വത്വമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയും വൈരാഗ്യത്തോടെ പ്രാർത്ഥിച്ച് ദൈവം തരും. ഇതന്നെ ഒരു സഭക്കാരുടെ സ്വന്തം വന്നു. എന്തായാലും കൊള്ളാം, ഇവർ ആത്മസ്നാനം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. എല്ലാവരും കൂടെ ഏകദേശം 12ഓളം പുരുഷന്മാരുണ്ട്. അങ്ങനെയാണ് എഫെസോസ് സഭ ആരംഭിച്ചത്. കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടാൻ പറയാനുള്ളതിന്റെ ഒരു കാരണം, ഈ എഫെസോസ് സഭ ആരംഭിക്കുന്നത് പോരാട്ടങ്ങളുടെ നടുവിലാണ്. നിങ്ങൾ തിരുവചനം മൊത്തം പരിശോധിച്ചോ, സഭ തുടങ്ങിയതെല്ലാം പോരാട്ടത്തില്ല. പെന്തിക്കോസ്തിന്റെ ആരംഭ സമയവും പോരാട്ടങ്ങളാ. കല്ലുവാരി എറിഞ്ഞിട്ടുണ്ട്, വേറെ പുസ്തകം പറിച്ച് കീറിയിട്ടുണ്ട്, ഉപദേശിമാരെ എത്ര എണ്ണത്തിനെ അടിച്ചിട്ടുണ്ട്. പക്ഷെ ഈ മാർഗത്തിന് ഒരു മങ്ങലും വന്നിട്ടില്ല. ആമേ, അടികൊണ്ടെടുത്തും പ്രശ്നമുണ്ടായിടത്തെല്ലാം ഈ നാമം മഹിമപ്പെട്ടിട്ടേ ഉള്ളൂ.